സ്വാഗതം. എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അറിയിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേട്ടറ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മെയ് 2-ാം തീയതി, അതായത് ഇന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഒരുപാട് ആളുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പരീക്ഷാ ഭവൻ നമ്മുടെ കേട്ടറ്റ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സർക്കുലറാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ പരീക്ഷാ ഭവൻ കേട്ടറ്റ് ഏപ്രിൽ 2024 അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്കാം. ഈ ഒരു തീയതി വരുന്നത് നമ്മുടെ 5-ാം തീയതി, മെയ് 5 വരെ നിങ്ങൾക്ക് കേട്ടറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ മെയ് 6 മുതൽ 9 വരെയുള്ള തീയതികളായിട്ട് നിങ്ങൾക്ക് കേട്ടറ്റ് എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷനിൽ പോയിട്ട് എഡിറ്റ് വരുത്താനുള്ള ഒരു അവസരം കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതൊക്കെ കാര്യങ്ങളാണ് തിരുത്തലുകൾ വരുത്താൻ പറ്റുമോ എന്നുള്ളത്. ഒന്ന്, അപേക്ഷയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോട്ടോ, അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. പിന്നെ ലാംഗ്വേജ്, അതുപോലെ ഓപ്ഷണൽ സബ്ജക്റ്റും അതുപോലെ ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്തതിലും മിസ്റ്റേക്ക് പറ്റിയവർക്ക് അത് തിരുത്താൻ വേണ്ടി പറ്റും. പിന്നെ വിദ്യാഭ്യാസ ജില്ല സെലക്ട് ചെയ്തവർക്ക് എഡിറ്റ് വരുത്താൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻ്ററായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്കത് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ അത് നിങ്ങളുടെ അപേക്ഷാർത്ഥിയുടെ പേര്, അതുപോലെ രക്ഷകർത്താവിൻ്റെ പേര്, ഓക്കെ, നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങൾ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാരൻസിന്, ഗാർഡിയൻസിൻ്റെ പേരിലൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരുത്താൻ വേണ്ടി പറ്റും. പിന്നെ ജെൻഡർ, അതുപോലെ തന്നെ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ എഡിറ്റ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് തിരുത്തുവാനുള്ള ഒരു സൗകര്യം വെബ്സൈറ്റിൽ നൽകേണ്ടതാണെന്നുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നൽകും. അപ്പോൾ നിങ്ങൾക്ക് മെയ് 5-ാം തീയതി വരെ കേട്ടറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് വരുത്താനും കൂടെ പറ്റും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് എല്ലാവരും ചെയ്യുക. ഒരുപാട് ആളുകൾ അവസാന തീയതി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചോദിച്ചവർക്കൊക്കെ അതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടണ്ട, എന്നിരുന്നാലും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ഇനിയും വീണ്ടും നിങ്ങൾ അവസാന നിമിഷങ്ങളിലേക്ക് മാറ്റി വെക്കാതെ പെട്ടെന്ന് തന്നെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.